കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF പ്രതിരോധത്തിൽ. UDF നൽകിയ പരാതിയിൽ മാതൃകാ ചട്ടലംഘനത്തിന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിൽ UDF പ്രതിഷേധമുയർത്തുന്നുണ്ട്. 4 ദിവസം മുൻപ് പേരാമ്പ്രയിലെ LDF പ്രചാരണ വാഹനത്തിൽ നിന്നുയർന്ന അനൗൺസ്മെന്റാണ് വിവാദങ്ങൾക്ക് കാരണം. ഖൗമിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നു. ഇതായിരുന്നു അനൗൺസ്മെന്റിലെ ഉള്ളടക്കം. സംഭവത്തിൽ UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരണാധികാരി കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ അജിത് ജോണാണ് LDF കൺവീനറും പേരാമ്പ്ര സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണന് നോട്ടീസ് നൽകിയത്. ഇടതുമുന്നണിയുടെ അനൗൺസ്മെന്റ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന പരാതിയിലാണ് വിശദീകരണം തേടിയത്. അനൗൺസ്മെന്റ് വിവാദത്തിൽ LDFന് യാതൊരു പങ്കുമില്ലെന്ന് TP രാമകൃഷ്ണൻ ആവർത്തിക്കുമ്പോഴാണ് ഈ നടപടി. റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റ് കൃത്യമായ ആസൂത്രണത്തോടെയുള്ളതാണെന്നാണ് UDFന്റെ ആരോപണം. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം നൽകി മൈക്ക് പെർമിഷൻ എടുത്തതാണ് പ്രധാന തെളിവായി UDF മുന്നോട്ട് വയ്ക്കുന്നത്. വിവാദത്തിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് പിന്തുണയുമായി നേതാക്കളും രംഗത്തെത്തി. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പരാതിയിൽ ഇതുവരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ രംഗത്തെത്തി. ഇവിടെ ഒരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട്. അത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.